ഇപ്പോൾ കീവേഡ് റിസർച്ച് ആൻഡ് അനാലിസിസ്. സ്മാർട്ടായിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാം എന്നാണ് കീവേഡ് റിസർച്ചിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനൊക്കെ ഈ കീവേഡ് റിസർച്ച് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സെർച്ച് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം എന്താ, ഫോണിന്റെ കേസ് ആണെങ്കിൽ സ്മാർട്ട് ഫോൺസ്, ഇപ്പോൾ റേറ്റ് വെച്ചിട്ടാണെങ്കിൽ സ്മാർട്ട് ഫോൺസ് അണ്ടർ 10,000, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കീവേഡ്സ്. അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ഒരു ഫോൺ റിലേറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് അവിടെ ടോപ്പിലെത്തിക്കും. അതായത് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസ് നമ്മുടെ വെബ്സൈറ്റിനെ ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ വിസിബിൾ ആക്കി കൊടുക്കും. അതാണ് സെർച്ച് ബ്രിഡ്ജിൽ പറയുന്നത്. യൂസർ ഇന്റന്റ് എന്ന് വെച്ചാൽ കീവേഡ്സ് എന്ന് വെച്ചാൽ എന്താ, എക്സാക്ട് വേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ഫ്രേസസ് ആയിരിക്കും. അങ്ങനെ ഗൂഗിൾ അല്ലെങ്കിൽ അതർ സെർച്ച് എഞ്ചിൻസ് ഇൻഫോർമേഷന് വേണ്ടി സെർച്ച് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ, ബെസ്റ്റ് മൊബൈൽ അണ്ടർ 10,000, അല്ലെങ്കിൽ എന്താ ഷൂസ് റിലേറ്റഡ് ആണെങ്കിൽ അഫോർഡബിൾ ഷൂസ് ഓൺലൈന്, ഇതൊക്കെ ആയിരിക്കും കീവേഡ്സ്. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്താ കീവേഡ്സ് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ പേജസിനെ സെർച്ച് എഞ്ചിന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ട്രാഫിക് ഡ്രൈവർ. റൈറ്റ് കീവേഡ്സ് യൂസ് ചെയ്താൽ എന്താണ്, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ കിട്ടത്തുള്ളൂ. റൈറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും നമ്മുടെ ഇപ്പൊ എന്താ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേസ്ഡ് ആണെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി രീതിയിലുള്ള ലാഭം, ഇപ്പൊ പ്രൊഡക്റ്റ് ആണെങ്കിൽ സെയിൽസ്, ഇതൊക്കെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പീപ്പിളിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എന്താ നമ്മുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യാൻ ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. റൈറ്റ് കീവേഡ്സ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും എപ്പോഴും നമുക്ക് എന്താ റൈറ്റ് പീപ്പിൾസിനെ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ SEOയിൽ കീവേഡ്സിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് കീവേഡ്സ്. കീവേഡ്സ് പല തരത്തിലുള്ളതുണ്ട്. ഒരു 4 തരത്തിലുള്ള കീവേഡ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഫോർമേഷണൽ കീവേഡ്സ്, നാവിഗേഷണൽ കീവേഡ്സ്, കൊമേഴ്ഷ്യൽ കീവേഡ്സ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷണൽ കീവേഡ്സ്. ഇൻഫോർമേഷണൽ കീവേഡ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസേഴ്സ് സീക്ക് നോളജ് ആൻഡ് ആൻസേഴ്സ്. അതായത് യൂസേഴ്സ് എന്താ അവർക്ക് വേണ്ടിയത്, അണ്ടർസ്റ്റാൻഡ് സംതിങ് അല്ലെങ്കിൽ എന്താ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ് ഇൻഫോർമേഷണൽ കീവേഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ ഹൗ ടു ഡു കീവേഡ് സെർച്ച്, അല്ലെങ്കിൽ വാട്ട് ഈസ് SEO, എന്താണ് SEO, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു കീവേഡ് സെർച്ച് ചെയ്യുന്നത്, ഇതൊക്കെ ഇതിനു വേണ്ടി നമ്മൾ ഒരു ഇൻഫോർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ്സിനാണ് ഇൻഫോർമേഷണൽ കീവേഡ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറഞ്ഞ കീവേഡ്സ് എന്ന് പറഞ്ഞു. നാവിഗേഷണൽ കീവേഡ്സ് എന്ന് പറയുമ്പോൾ യൂസേഴ്സ് ഒരു സ്പെസിഫിക് ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ടൈപ്പ് കീവേഡ്സിനാണ് നമ്മൾ നാവിഗേഷണൽ കീവേഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ സെംബ്രഷ് ലോഗിൻ. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് എന്താ, സെംബ്രഷ് ലോഗിൻ, അതുപോലെ തന്നെ ഗൂഗിൾ അനലിറ്റിക്സ് ഡാഷ്ബോർഡ്. അതായത് സെംബ്രഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടൂളാണ്. അതിലോട്ടുള്ള ലോഗിൻ, അതായത് കൃത്യമായിട്ട് അറിയാം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു കീവേഡ്സ് യൂസ് ചെയ്തിട്ട് പറയുന്നതിനാണ് നമ്മൾ നാവിഗേഷണൽ കീവേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ കീവേഡ്സ്. യൂസേഴ്സ് ബൈ ചെയ്യുന്നതിന് മുൻപ് കമ്പയർ ചെയ്യും, ഇല്ലെങ്കിൽ എന്താ റിസർച്ച് ചെയ്യും, എന്തിനെ പറ്റിയാണ്, എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ. അതിന് പറയുന്ന പേരാണ് കൊമേഴ്ഷ്യൽ കീവേഡ്സ്. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് ബെസ്റ്റ് SEO ടൂൾസ് 2025, അല്ലെങ്കിൽ എന്താ കീവേഡ് റിസർച്ച് സോഫ്റ്റ്വെയർ റിവ്യൂ. അതുപോലെ സോഫ്റ്റ്വെയർസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ടൂൾസ് എന്തെങ്കിലും നമ്മൾ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് റീസെന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഏതാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ അതിലെ ഒരു ആക്ഷനിലേക്ക് പോകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തും. അതിനുവേണ്ടി പറയുന്ന കീവേഡ്സിനാണ് കൊമേഴ്ഷ്യൽ കീവേഡ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എന്താ, ട്രാൻസാക്ഷണൽ കീവേഡ്സ്. അതായത് യൂസേഴ്സ് ആർ റെഡി ടു ബൈ ഓർ ടേക്ക് ആക്ഷൻ. ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി യൂസർ റെഡിയാണ്. അങ്ങനെ വരുന്ന കീവേഡ്സിനാണ് നമ്മൾ ട്രാൻസാക്ഷണൽ കീവേഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ബൈ SEO സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ. SEOയുടെ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു, ഒരു ആക്ഷൻ നമ്മൾ ടുക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ ട്രാൻസാക്ഷണൽ കീവേഡ്സിൽ പറഞ്ഞിരിക്കുന്നത്.
ഈ 4 തരത്തിലുള്ള കീവേഡ്സ് ആണ് SEOയിൽ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി റീസെന്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ് റിസർച്ച് ടൂൾസ് ഉണ്ട് SEOയിൽ. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗൂഗിൾ കീവേഡ് പ്ലാനർ. ഇതൊരു ഫ്രീ ടൂൾ ആണ് ഗൂഗിളിൽ നിന്നുള്ളത്. നമ്മുടെ സെർച്ച് വോളിയം, അതായത് നമ്മൾ തിരയുന്ന കീവേഡ്സ് എത്രത്തോളം വേറെ ആളുകൾ, അതിന്റെ ഒരു വോളിയം എത്രത്തോളം വേറെ ആളുകൾ അത് സെർച്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഓവറോൾ വോളിയം നമുക്ക് കാണാൻ വേണ്ടി സഹായിക്കും. അതുകൂടാതെ തന്നെ കീവേഡ്സിനുള്ള ഐഡിയാസ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഗൂഗിൾ കീവേഡ് പ്ലാനർ വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇത് ബിഗിനേഴ്സിന് പറ്റിയ ഒരു ബെസ്റ്റ് ടൂൾ ആണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സെംറഷ്. ഇതൊരു ഓൾ ഇൻ വൺ SEO ടൂൾ ആണ്. കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ കീവേഡിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാക്കാനൊക്കെ നമുക്ക് സെംറഷ് ടൂൾ ഉപയോഗിച്ചിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് KW ഫൈൻഡർ. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂൾ ആണ്. നമുക്ക് ലോങ് ടെയിൽ ആയിട്ടുള്ള കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടൂൾ ആണ് KW ഫൈൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് Ahref. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു SEO ടൂൾ ആണ്. നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ കീവേഡ്സ് ഒക്കെ അനലൈസ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടൂൾ ആണ്. അതുപോലെ തന്നെ ബാക്ക് ലിങ്ക് ട്രാക്ക് ചെയ്യാൻ, കണ്ടന്റ് ഗ്യാപ്പ് അനാലിസിസ്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂൾ ആണ് Ahref എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആൻസർ ദ പബ്ലിക്. യൂസറിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സെർച്ച് ക്വറീസ്, ഇതൊക്കെ നമുക്ക് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂൾ ആണ് ആൻസർ ദ പബ്ലിക് എന്ന് പറയുന്നത്. കണ്ടന്റ് ഐഡിയാസും, അതുപോലെ തന്നെ പ്ലാനിങ് ബ്ലോഗ് ടോപ്പിക്സ്, നമ്മൾ വെബ്സൈറ്റിൽ വേണ്ടി ബ്ലോഗ് ഒക്കെ എഴുതിയിടില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾ ആണ് ആൻസർ ദ പബ്ലിക്. റീസെന്റ് ആയിട്ടുള്ള 2025 യൂസ് ചെയ്യുന്ന 5 ടൂൾസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയ ഈ 5 എണ്ണം. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഒരു റൈറ്റ് കീവേഡ് ചൂസ് ചെയ്യാം എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഈ ഒരു PPTയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അലൈൻ വിത്ത് ബയേഴ്സ് ജേർണി. അതായത് മാച്ച് കീവേഡ്സ് ടു വെയർ ദ യൂസർ ഈസ് ഇൻ ബയിങ് പ്രോസസ്. ഇതിന് ഒരു 3 ഫോംസിൽ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. അവയർനെസ്, കൺസിഡറേഷൻ ആൻഡ് ഡിസിഷൻ. അവയർനെസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഫോർമേഷണൽ ടൈപ്പ് കീവേഡ്സും, അതുപോലെ തന്നെ കൺസിഡറേഷനിൽ കൊമേഴ്ഷ്യലും, ഡിസിഷനിൽ ട്രാൻസാക്ഷണൽ കീവേഡ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 കീവേഡ്സ് നമ്മൾ തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ നോക്കിയായിരുന്നു കീവേഡ്സിനെ പറ്റിയിട്ടുള്ളത്. അതിൽ പറയുന്നതാണ് ഈ 3 കീവേഡ്സും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലൻസ് വോളിയം ആൻഡ് കോമ്പറ്റീഷൻ. ഇതിൽ പറയുന്നത് ചൂസ് ദ റൈറ്റ് കീവേഡ് ദേ ഹാവ്, അതായത് സെർച്ച് വോളിയം കൂടിയതും എന്നാൽ ലോ ഓർ മീഡിയം കോമ്പറ്റീഷൻ ഉള്ളതുമായ കീവേഡ്സ് നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള കീവേഡ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിൽ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഫോക്കസ് ഓൺ കൺവേർഷൻസ്. അതായത് ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ഫോക്കസ് ഓൺ കൺവേർഷൻസ്. അതായത് ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് കൺവേർഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് യൂസ് കീവേഡ് ക്ലസ്റ്ററിംഗ്. അതായത് ഗ്രൂപ്പ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂസ് കീവേഡ് ക്ലസ്റ്ററിംഗ്. അതായത് ഗ്രൂപ്പ് റിലേറ്റഡ് ഐറ്റംസ് ടുഗദർ. ഗ്രൂപ്പ് ചെയ്യുക, സിമിലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളതോ കീവേഡ്സ് ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുക. അതാണ് കീവേഡ് ക്ലസ്റ്ററിംഗിൽ പറഞ്ഞിരിക്കുന്നത്. കോമ്പറ്റീറ്റർ കീവേഡ് അനാലിസിസ്. ഇത് നമ്മളുടെ ഒരു സീക്രട്ട് വെപ്പൺ ആണ്. അതായത് കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അവരെങ്ങനെയൊക്കെയാണ് കീവേഡ്സ് യൂസ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് അവരുടെ റാങ്കിങ്ങിൽ ഇത്രയും മേലെ ഹെൽപ്പ് ചെയ്തത്, അതായത് ടോപ്പിൽ എത്തിയത് അവരുടെ സൈറ്റ്. അങ്ങനെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന കുറച്ച് പ്രോസസ്സും കാര്യങ്ങളുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ കോമ്പറ്റീറ്റർ കീവേഡ്സ്. നമ്മൾ നേരത്തെ നോക്കിയ ടൂൾസ്, അതായത് സെംറഷ് പോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും.
സെംബ്രഷ്, എയ്ച്ച്റെഫ് ഒക്കെയാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്. കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് കീവേഡ്സ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ പെർഫോമൻസ്, അതൊക്കെ നമുക്ക് ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഫൈൻ കീവേഡ്സ് ഗ്യാപ്സ്. കോമ്പറ്റേറ്റേഴ്സ് ഫൈൻ കീവേഡ്സ് ഗ്യാപ്സ്, അതായത് കോമ്പറ്റീറ്റേഴ്സ് യൂസ് ചെയ്യാത്തും എന്നാൽ വാല്യുബിൾ ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ കണ്ടെത്തുക. അതുവഴി നമ്മുടെ വെബ്സൈറ്റിൽ കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടിലും ടോപ്പിലെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അനലൈസ് കണ്ടന്റ് സ്ട്രാറ്റജി, അതായത് കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുക. എന്നിട്ട് അതിലും ബെറ്റർ ആയിട്ടുള്ളതും മോർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളതുമായിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യുക. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സിക്യൂട്ട് സ്ട്രാറ്റജിക് ഔട്ട് റാങ്കിങ്. അതായത് കോമ്പറ്റീറ്റേഴ്സിന്റെ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള കീവേഡ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അതാണ് എക്സിക്യൂട്ട് സ്ട്രാറ്റജിക് ഔട്ട് റാങ്കിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഓവറോൾ നമ്മുടെ ഒരു റിയൽ വേൾഡ് സക്സസ് സ്റ്റോറി, ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ റൈറ്റ് കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിനെ ടോപ്പിൽ എത്തിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ പലതരത്തിലുള്ള കീവേഡ്സ് യൂസ് ചെയ്യാൻ നമ്മൾ നോക്കി. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം ടൂൾസ് വെച്ചിട്ട്, എങ്ങനെയൊക്കെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യാം ടൂൾസ് യൂസ് ചെയ്തിട്ട്, ഇതൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കിയത്.